ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ ഡെയിലി വ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വ്ലോഗ് ആണ് കേട്ടോ. അപ്പോൾ എന്റെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടല്ലോ, നല്ല രണ്ട് പഴുത്ത മാങ്ങയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മാംഗോ സാഗോ ആണ് കേട്ടോ. ഇതിനായി യൂട്യൂബിൽ കണ്ട് പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് സാഗോയാണ്, അതായത് ചവ്വേരി നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് വേവിക്കാൻ വെക്കാവേ. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാവേ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന പഴുത്ത മാങ്ങ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കഴുകിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ. അങ്ങനെ നമ്മുടെ മാങ്ങയെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാങ്ങ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. തേങ്ങയൊക്കെ ഞാൻ ഇവിടെ ചെലവ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചവ്വേരി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും വെന്ത് നല്ലൊരു ട്രാൻസ്പെറന്റ് പരിവാകുമല്ലോ, അപ്പോൾ വേണം കേട്ടോ നമ്മൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് മാങ്ങ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാതെ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ട കണ്ടൻസ്ഡ് മിൽക്ക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഓൺ ആക്കി അറിഞ്ഞില്ല, അത് പൊട്ടിച്ചപ്പോഴത്തേക്കും കുറച്ച് ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മിൽക്ക് മെയ്ഡ് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണേ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാവേ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചവ്വേരി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് കഴുകി എടുക്കുകയാണ്. അതിന്റെ പശപശപ്പൊക്കെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചവ്വേരിയുടെ പശപശപ്പൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കാവേ. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച ചവ്വേരി ഉണ്ടല്ലോ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്ത സ്പൂണാണ് കേട്ടോ, അതാണ് ബാക്ക് വശം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിക്സ് ഉണ്ടല്ലോ, തേങ്ങാപ്പാലും ഒക്കെ ആയിട്ടുള്ള, അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ ഇത് അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ജ്യൂസ് പരുവത്തിൽ വേണ്ട കേട്ടോ, നമുക്കൊരു പൾപ്പി പരുവത്തിൽ മതിയേ. പിന്നെ നമുക്ക് ഇതിന്റെ പുറത്ത് കുറച്ച് മാംഗോ ഇട്ട് കൊടുക്കാവേ, ഒരു രസത്തിന് ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഇത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ഇത് വെച്ച് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്രാവശ്യം ഞാനല്ല കേട്ടോ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്, എല്ലാ സാധനം ഉണ്ടാക്കി ഞാനല്ലേ കഴിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ചിട്ട് അഭിപ്രായം പറയാവേ. അപ്പൊ ഇതല്ല, നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുക്കാവേ. അതെ, ആദ്യത്തെ എന്റെ ടെസ്റ്റർ അനിയത്തിയാണ് കേട്ടോ, അവൾക്ക് അങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ നിങ്ങൾ അവളുടെ അഭിപ്രായം കേട്ടല്ലോ, അപ്പൊ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചോ. അങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ സംഭവം ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് കുടിച്ചിട്ട് മതി വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് ടേസ്റ്റ് ആണ് സംഭവം, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുടിച്ചിട്ട് മതി, ഞാൻ പിന്നെയും വാരി കുടിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ടെസ്റ്ററിനെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതേണ്ട അനിയനാണേ. ഇവനെ ശരിക്കും പറഞ്ഞാൽ വീഡിയോക്കകത്തൊക്കെ വരാൻ ഒരു ചമ്മലാണ് കേട്ടോ. അതാണ് മുഖം അങ്ങനെ ഇരിക്കുന്നത്. അവനും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ അമ്മയെടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഒരു കോളിലായിരുന്നു, പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് അതാണ്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ. കുടിച്ചിട്ട് അമ്മയ്ക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ആക്കി നോക്കട്ടോ. നല്ല അടിപൊളി സംഭവമാണ്. കുറച്ച് സാധനങ്ങൾ മാത്രം മതിയല്ലോ. പിന്നെ ഞാൻ ഏത്തയ്ക്ക് വെച്ചിട്ട് ഒരു വിഭവം ഉണ്ടാക്കിയായിരുന്നു, അത് അശ്വതി ട്രൈ ആക്കിയിട്ട് അടിപൊളിയാന്ന് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ചാനൽ ആണെങ്കിലും കൂടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ